UDF-നായി ബ്ലോക്ക് മെമ്പറാകാൻ ഭർത്താവും പഞ്ചായത്ത് മെമ്പറാകാൻ ഭാര്യയും. കോടന്നൂർ സ്വദേശി ചിറയത്ത് വീട്ടിൽ ജൂബി മാത്യു, റിൻസി ജൂബി ദമ്പതികളാണ് തെരഞ്ഞെടുപ്പിന്റെ അങ്കത്തട്ടിൽ ഒന്നിച്ചിറങ്ങുന്നത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ജൂബി മാത്യുവിന് രണ്ടാം അംഗമെങ്കിൽ ഭാര്യ റിൻസി ജൂബിക്ക് തന്റെ കന്നി അംഗമാണ്. ജൂബി മാത്യു പാറളം ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പറാണ്. എന്നാൽ ഇത്തവണ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് കോടന്നൂർ ഡിവിഷൻ UDF സ്ഥാനാർത്ഥിയാകാനുള്ള ചുമതലയാണ് ജൂബി മാത്യുവിനെ പാർട്ടി ഏൽപ്പിച്ചത്. ഭർത്താവ് ജൂബി മെമ്പറായ പാറളം 1-ാം വാർഡിൽ നിന്നാണ് ഭാര്യ റിൻസി പഞ്ചായത്ത് മെമ്പറാകാൻ ജനവിധി തേടുന്നത്. ജൂബി മാത്യുവിനെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കുമ്പോൾ പകരം 1-ാം വാർഡിൽ ആരെന്നതിന് പാർട്ടിക്ക് സംശയമുണ്ടായിരുന്നില്ല. ജൂബിയുടെ ഭാര്യ റിൻസി 1-ാം വാർഡിൽ മത്സരിക്കണമെന്നായിരുന്നു പാർട്ടി തീരുമാനം. ജൂബിയും റിൻസിയും ഇത് അംഗീകരിച്ചതിന് പിന്നാലെ ദമ്പതികളുടെ 3 മക്കളും കട്ട സപ്പോർട്ടുമായി എത്തി. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ വളരെ അധികം പ്രത്യേകതയേറിയ ഒരു തെരഞ്ഞെടുപ്പാണ് എനിക്ക്. ഇപ്പോൾ ബ്ലോക്കിൽ ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു, വാർഡിൽ ഭാര്യ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. തീർച്ചയായിട്ടും നല്ലൊരു അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. ഇപ്പോൾ ഒരു 5 വർഷക്കാലം ഞാൻ 1-ാം വാർഡിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് തീർച്ചയായിട്ടും ഈ ഇലക്ഷനിലുണ്ടാകും. ഞങ്ങൾ കയറിയ സമയത്ത് കോവിഡൊക്കെ ആയിട്ട് വളരെയധികം നിർണായക ഘട്ടത്തിലാണ് മെമ്പറായി വരുന്നത്. അപ്പോൾ രാത്രി പകലില്ലാതെ എല്ലാ സമയവും നമ്മൾ ഫുൾ ടൈം വാർഡിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ചു. അപ്പോൾ അന്ന് ജനങ്ങൾ തന്ന സപ്പോർട്ട്, അംഗീകാരം, അത് ഇന്നും ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റിയതിൻ്റെ ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ ഇന്ന് പാർട്ടി നിർബന്ധിച്ച് ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മത്സരിക്കാൻ തയ്യാറായി. ഇപ്പോൾ വിജയിച്ചു വരുന്നുള്ളൊരു ശുഭ പ്രതീക്ഷയിലാണ് ഞാനും എൻ്റെ ഭാര്യ 1-ാം വാർഡിലേക്ക് മത്സരിക്കുന്ന റിൻസി ജൂബിയും. ഞാൻ ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. രാഷ്ട്രീയപരമായിട്ടുള്ളൊരു പശ്ചാത്തലമൊന്നും എൻ്റെ കുടുംബത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും 5 വർഷം ജൂബിയേട്ട മെമ്പറായിരുന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരു ദിവസം പോലും രാഷ്ട്രീയ ചർച്ചകളില്ലാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നിട്ടില്ല. കാരണം പഞ്ചായത്തിലുണ്ടാവുന്ന കാര്യങ്ങളും വാർഡിലുണ്ടായ കാര്യങ്ങളെല്ലാം ഞങ്ങളുടേതായ രീതിയിലൊരു ചർച്ചകളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ 5 വർഷം കഴിഞ്ഞപ്പോൾ ഇത് വനിതാ വാർഡായപ്പോൾ പാർട്ടി ഒന്നടങ്കം എല്ലാവരും കൂടെ ആവശ്യപ്പെട്ടൊരു കാര്യമാണ് ഈ വാർഡിൽ മത്സരിക്കണം, മെമ്പറുടെ ഭാര്യ തന്നെ തുടർന്ന് മത്സരിക്കണം എന്നുള്ളൊരു ആവശ്യം വന്നു. അപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് എനിക്കൊരു താല്പര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ആഗ്രഹം പോലും ഇല്ലാതിരുന്നു. ഞാനൊരു 5 വർഷക്കാലമായിട്ട് സ്കൂളുമായി ബന്ധപ്പെട്ട് അവിടെ PTA-യിലും മറ്റും പ്രവർത്തിച്ചിരുന്നു. അതുപോലെ പള്ളിയിലും ഭയങ്കരമായിട്ട് സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു ഒരു കാലഘട്ടത്തിലാണ് കടന്നുപോയത്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഒരു രാഷ്ട്രീയത്തിലേക്ക് ചുവട് വെച്ചപ്പോൾ എനിക്കതൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല. ഇപ്പോൾ നല്ല രീതിയിൽ പ്രചരണവുമായിട്ട് മുന്നോട്ട് പോകുന്നു. എനിക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട്. അത് എന്നിലുള്ള ജനങ്ങളുടെ ഒരു പ്രതീക്ഷയേക്കാൾ ഉപരി 5 വർഷക്കാലം അവരുടെ മെമ്പർ എന്ന രീതിയിൽ ജൂബിയേട്ടൻ പ്രവർത്തിച്ച ഒരു വാർഡാണ് ഞാൻ മത്സരിച്ച് ജയിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നത്. എന്നിരുന്നാലും ആ തുടർന്നുള്ള ഭർത്താവ് പ്രവർത്തിച്ച 5 വർഷക്കാലത്തെ ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു പ്ലസ് പോയിൻ്റായിട്ട് എനിക്ക് ഈ പ്രചരണത്തിന് ഇറങ്ങിയപ്പോൾ എനിക്ക് കാണാനായിട്ട് സാധിച്ചു. അതൊരു നല്ല രീതിയിലുള്ള നല്ലൊരു റിസൾട്ടിലേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശക്തമായ മത്സരമാണ് പാറളത്ത് എല്ലാ മുന്നണികളും പ്രതീക്ഷിക്കുന്നത്. CPI-യുടെ K പ്രമോദാണ് കോടന്നൂർ ബ്ലോക്ക് ഡിവിഷൻ LDF സ്ഥാനാർത്ഥി. ലിജീവ് പയ്യപ്പാട്ടാണ് NDA സ്ഥാനാർത്ഥി. പാറളം പഞ്ചായത്ത് 1-ാം വാർഡിൽ CPM-ന്റെ സീന ടീച്ചറാണ് LDF സ്ഥാനാർത്ഥി. ലിസി ചാക്കുവാണ് NDA സ്ഥാനാർത്ഥി. ഏതായാലും എതിർ സ്ഥാനാർത്ഥികളെ പോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി മുന്നോട്ടു പോവുകയാണ് ദമ്പതികളായ സ്ഥാനാർത്ഥികളും.